അപ്പോ നമ്മൾ എന്താ പരിപാടി? ബനാന പോണ്ട. പഴം കൊണ്ട് നല്ല അടിപൊളി അല്ലേ? 4 പൊടി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോണ്ട. അപ്പൊ കൊലയൊക്കെ വൃത്തിയായി കഴുകിയെടുത്ത് കുറെ പരിപാടികൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിയുക. പൊടിയിൽ പോടാ. എണ്ണയിൽ പൊടി പൊടിയില്ല. ഓയിൽ വെച്ചു. നല്ല മണവില്ല. ലാസ്റ്റ് നല്ല ബന്ധുല്ലേ? ചാർക്കാണ് നമ്മൾ പഴം പൊരിഞ്ഞ അല്ലേ? നല്ല സൂര്യ പഴം പഴുത്ത് വലിയ പഴുത്തല്ലേ ബന്ധം. നമ്മളൊന്ന് കല്യാണത്തിൽ പറയാം. എനിക്കത് കല്യാണം ചോറുണ്ടാവും. നാട്ടുകാർ മുഴുവൻ വരാൻ മതി. കുറച്ച് ഗോതമ്പ് മാവ് അല്ലേ? മിക്സ് ഇനി കുറച്ച് മധുരം അല്ലേ? ഇത് ഷുഗർ വെല്ല പൗഡർ. കുറച്ച് ഏലക്ക പൗഡർ. നല്ല മണം എടുക്കണം. ഒരല്പം ഉപ്പിട്ടാ ഒരു എല്ലാം ബാലൻസ് ഇടാം മതി. അത് വെള്ളത്തിൽ കഴിക്കാം. എണ്ണ ചൂടായാ? കറക്റ്റ് ഷേപ്പ് വരണം കേട്ടോ. ഒന്ന് ചെറുത്തൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം അല്ലേ? നമ്മുടെ എന്താണ് ബനാന പോണല്ലേ? ആ നോക്ക് അടിപൊളി സാധനം കേട്ടോ. ഇത് ഫുള്ള് പഴമാണ് ആദ്യം. അമ്മ കൊള്ളട്ടാ. ഇത് നമ്മൾ കടയിൽ പോകാൻ ആ മൈദ മാവില്ല ഗോതമ്പ് മാത്രം ഉണ്ട് അല്ലേ? നിങ്ങൾ ആരും തിന്നു കടയിൽ നിന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി തിന്നു. ഇത് നല്ല പഴം എടുത്തോ. നല്ല ടേസ്റ്റ് എന്താണ് അടിപൊളി. നല്ല കറക്റ്റ് മധുരം എല്ലാത്തില്ലേ? മധുരമില്ലാത്ത കാപ്പി കേട്ടാ. കാപ്പി മധുരം ഇല്ല. ഇത് കട്ടൻ ചായ കാപ്പി മറിയിട്ടാ. ഇത് കൊള്ളാം സാധനം അല്ലേ? പക്ഷെ വീട്ടിൽ കുറച്ച് 1-2 പഴം വീട്ടുണ്ടാകും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുന്ന സാധനം. ടേസ്റ്റ് അടിപൊളി, ഒന്നും പറയണ്ട. ബനാന പോണ എല്ലാവരും കഴിക്കാൻ എന്താ സംഭവം? രണ്ടുപേരും മഴ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ആവുണ്ട് അല്ലേ? കളർ ഈ മഴവായതുകൊണ്ട് പെട്ടെന്ന് കളർ മാറുണ്ട്. വളരെ ചെറിയ ചൂടിൽ അല്ലേ
ഒന്ന് തിളപ്പിച്ചാൽ ചെറിയ ചൂടിലിട്ടുണ്ടാക്കാം സംഗതിയാണ് കൊള്ളാം. നല്ല മധുരമില്ലാത്ത കാപ്പിയും മധുരമുള്ള ബനാന പൊടി അത്ര വരുന്നില്ല കറക്റ്റല്ലേ പാവണല്ലേ. അപ്പോൾ സംഭവം തന്നെ അടിപൊളിട്ടാ. ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേയും കൂടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നോട്ടിഫിക്കേഷൻ എത്തിത്തരുന്നതായിരിക്കും. അപ്പോൾ ഇതും കണ്ട് അടിപൊളി വീണ്ടും കാണാം. ബൈ ബൈ. പഴം